നമസ്കാരം. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ജനകീയമായ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അണികൾക്കും പ്രാദേശിക നേതാക്കൾക്കും ആവേശമുണ്ടാകുന്നതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ആ ആവേശം മൂത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും പരിസരവും മുഴുവൻ ഗദർധാരികളായ അണികൾ കൈയടക്കിയപ്പോൾ അവിടെ ഭരണ സംവിധാനം തന്നെ നിശ്ചലമാകുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഗ്രാമത്തലവൻ വിളിച്ചു കൂട്ടുന്ന നാട്ടുകൂട്ടം പോലെ സെക്രട്ടേറിയറ്റിലെ ബ്ലോക്കുകളിലും ഇടനാഴികളിലും മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. താൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് വീമ്പ് പറയുന്ന സിനിമാ കഥാപാത്രങ്ങളെ പോലെ ശുപാർശ കത്തുകളുമായി തലങ്ങും വിലങ്ങും നടക്കുന്ന പ്രാദേശിക നേതാക്കളെ കൊണ്ട് സെക്രട്ടേറിയറ്റ് നിറഞ്ഞു കഴിഞ്ഞു. താങ്ങാവുന്നതിലും അധികം ആളുകൾ ഇരച്ചു കയറിയതോടെ കഴിഞ്ഞ ദിവസം അനക്സ് ബ്ലോക്കിലെയും സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെയും ലിഫ്റ്റുകൾ വരെ തകരാറിലായി പൊട്ടി വീഴുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടായത്. അണികളെ കൊണ്ട് സെക്രട്ടേറിയറ്റ് ഇടനാഴികൾ നിറയുമ്പോൾ അവിടെ കൃത്യമായി പണിയെടുക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ ശരിക്കും പാടുപെടുകയാണ്. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനും സ്ഥലമാറ്റങ്ങൾക്കും ചെറുതും വലുതുമായ പാർട്ടി ശുപാർശകൾക്കുമായി കോൺഗ്രസ് അണികൾക്ക് പോകാൻ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഉൾപ്പെടെയുള്ള വലിയ പാർട്ടി ഓഫീസുകൾ നിലവിലുണ്ട്. പാർട്ടി ഓഫീസുകളിൽ വെച്ച് തീർക്കേണ്ട ഇത്തരം പ്രാദേശിക കാര്യങ്ങൾക്കായി നേതാക്കന്മാരുടെ അകമ്പടിയോടെ അണികൾ കൂട്ടത്തോടെ സെക്രട്ടേറിയറ്റ് എന്ന ഈ പരമോന്നത ഭരണ സംവിധാനത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നത് അടിയന്തരമായി നിർത്തിക്കണം. മുൻപ് LDF ഭരണകാലത്ത് കടുത്ത നിയന്ത്രണങ്ങളും പാസുകളും ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് പോലും അകത്ത് കയറാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ സമരഗേറ്റ് തുറന്നു കൊടുക്കുകയും നിവേദനത്തിന്റെ കോപ്പി കാണിച്ചാൽ അകത്ത് കയറാം എന്ന ഇളവ് വരികയും ചെയ്തപ്പോൾ അത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നതിന് പകരം സ്വന്തം പാർട്ടി അണികൾ തന്നെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. സെക്രട്ടേറിയറ്റ് എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ല, മറിച്ച് ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഔദ്യോഗിക ഭരണസിരാ കേന്ദ്രമാണ്. വിദൂര ജില്ലകളിൽ നിന്നും വണ്ടി കയറി വരുന്ന യാതൊരുവിധ രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത പാവപ്പെട്ട രോഗികളും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നേരിട്ട് കാണാൻ കഴിയുന്ന സുതാര്യമായ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകേണ്ടത്. എന്നാൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നു തിരിയാൻ ഇല്ലാത്ത വിധം ഗദർധാരികൾ തടിച്ചുകൂടുമ്പോൾ യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാർ പുറത്തു നിൽക്കേണ്ടി വരികയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ UDF സർക്കാരിന് ജനങ്ങൾ വലിയ പിന്തുണ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായതുപോലെയുള്ള കെടുകാര്യസ്ഥതകൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. ഈ തിരക്ക് കടുത്തതോടെ സന്ദർശക സമയം വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയായി നിജപ്പെടുത്താനും പാസ് സമ്പ്രദായം കർശനമാക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അതീവ സ്വാഗതാർഹമായ ഒരു നടപടി തന്നെയാണ്. സ്വന്തം പാർട്ടി അണികളായാലും ഭരണത്തിന് തടസ്സമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അവരെ നിയന്ത്രിക്കാൻ UDF നേതൃത്വത്തിന് ഒരു മടിയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന തീരുമാനമാണിത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ സ്വന്തം അണികളെ കർശനമായി തന്നെ വിലക്കണം. വരും തലമുറയ്ക്ക് മാതൃകയാകേണ്ട ഒരു ജനകീയ ഭരണമാണ് VD സതീശൻ സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ ആ ഭരണത്തിന്റെ സുതാര്യത നിലനിർത്താൻ ഇത്തരം അനാവശ്യമായ ആൾക്കൂട്ടങ്ങളും അമിത ഇടപെടലുകളും പൂർണ്ണമായും ഒഴിവാക്കിയേ മതിയാവൂ. ഭരണസിരാ കേന്ദ്രത്തെ കൂടുതൽ അച്ചടക്കമുള്ളതാക്കാനും സാധാരണക്കാർക്ക് കൂടുതൽ പ്രാപ്യമാകാനും ഉള്ളതുമായ ഈ ഒരു പുതിയ നിയന്ത്രണങ്ങളെ നമുക്ക് പൂർണ്ണമായും പിന്തുണയ്ക്കാം. അണികളുടെ അനാവശ്യ ഇടപെടലുകൾക്ക് വഴങ്ങാതെ അർഹതപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് മാത്രം നീതി ഉറപ്പാക്കുന്ന ഒരു മികച്ച ജനപക്ഷ സർക്കാരായി ഈ UDF ഭരണകൂടം മുന്നോട്ടു പോകട്ടെ.